ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായവും 16-ാമത്തെ അധ്യായവും. 7 ബാധകളും 7 കലശങ്ങൾ ഉള്ള 7 ദൂതന്മാരെ നമുക്ക് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായവും 16-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 15-ന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, ആൻഡ് ഐ സോ അനദർ സൈൻ great and marvelous, 7 angels having 7 last plagues, for them is filled with the wrath of God. ദൈവത്തിൻ്റെ ഈ ക്രോധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഈ 7 ക്രോധ കലശങ്ങളും പകർന്നതിന് ശേഷമാണ്. നമ്മൾ ഇത്രയും അധ്യായങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് കാണുകയുണ്ടായി. 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യത്തിൽ, വെളിപ്പാട് 11-ന്റെ 18, വെളിപ്പാട് 14-ന്റെ 10 യഹോവയുടെ ക്രോധം, കുഞ്ഞാടിൻ്റെ ക്രോധം ഈ ദാനിയേൽസ് പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ചയിൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഈ 7 കലശങ്ങളും ഈ 7 ദൂതന്മാർ പകർന്നതിന് ശേഷമാണ്. അത് അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിലേക്ക്, അതിൻ്റെ ഫുൾനെസ്സിലേക്ക് എത്തുന്നത്. അവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡ് ടെലോസ് എന്നുള്ള വേർഡ്, അതിൻ്റെ അർത്ഥം തികവ്, പൂർണ്ണത എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഇതേ വാക്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് അതേ അർത്ഥം, അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ അവസാനം ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് നിലവിളിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചിട്ട് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തിയായി. അവിടെയും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ക്രോധം, ഈ മഹോപദ്രകാലം അവസാനിക്കുന്നത് ഈ 7 ദൂതന്മാരും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ക്രോധ കലശങ്ങൾ പകർന്നു കഴിയുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. 7 എന്നുള്ള വാക്ക് തിരുവചനത്തിൽ പലയിടങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു പൂർണ്ണതയെ കാണിക്കുന്നതാണ്. 7 സഭകൾ, 7 ദൂതന്മാർ, 7 വർഷം, അതൊരു പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. എന്തുകൊണ്ടാണ് ഈ ക്രോധങ്ങളുടെ ആവശ്യം, ഈ 7 ക്രോധ കലശങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 20 തൊട്ട് 21 വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ ഇതിനു മുമ്പുണ്ടായ മുദ്രകളും, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, അതുകൊണ്ടൊന്നും മനുഷ്യർ മാനസാന്തരപ്പെടാൻ താല്പര്യപ്പെട്ടില്ല. അവരവരുടെ ആ ദുഷ്ടപ്രവൃത്തിയിൽ, സൃഷ്ടിയുടെ ആരാധനയിൽ, സൃഷ്ടിതാവിനെ അല്ല സൃഷ്ടിയുടെ ആരാധനയിൽ തന്നെ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊലപാതകങ്ങളും എല്ലാ ദുർനടപ്പിലും അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും മാനസാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുക, അഥവാ ജനം ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവം 7 മടങ്ങ് ബാധകളെ വർദ്ധിപ്പിക്കും എന്നാണ് ലേവ്യ പുസ്തകം 26-ന്റെ 21 എഴുതിയിരിക്കുന്നത്. 7 മടങ്ങ്. അപ്പോൾ നമ്മൾ 7 മുദ്രകൾ കണ്ടു, 7 കാഹളങ്ങൾ കണ്ടു. അതിലൊന്നിലും മനുഷ്യരെന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. ഇസ്രായേൽ മക്കൾ തന്നെ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ യഹോവയെങ്കിലേക്ക് വളരെ ചുരുക്കം ആൾക്കാരെ മടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഈ 7 ക്രോധ കലശങ്ങളുടെയും ആവശ്യം വരികയാണ്. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ,
ഈ മഹോപദ്രവകാലത്തിൽ കൂടി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു സാരാംശം നമുക്ക് അവിടെ കാണാൻ കഴിയും. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയൊരു ബിംബം ഉണ്ടാക്കി വെച്ച് പറയുക, സ്വർണ്ണബിംബം ഉണ്ടാക്കി വെച്ച് പറയുക, ഇതിനെ നമസ്കരിക്കാത്തവർ അവരെ തീയിലേക്ക്, തീച്ചൂളയിലേക്ക് ഇട്ടുകളയും. അപ്പോൾ 3 യഹൂദ പുരുഷന്മാർ പറഞ്ഞു, ഞങ്ങളെ ദൈവം വിടുവിച്ചാലും, ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു. അപ്പം ഇത് കണ്ടപ്പോൾ നെബൂഖദ്നേസർ എന്ത് പറഞ്ഞു? തീച്ചൂളയുടെ തീ സാധാരണക്കാട്ടിലും 7 മടങ്ങ് വർദ്ധിപ്പിക്കുക. എന്നിട്ട് അവര് നമസ്കരിക്കാനുള്ള കൽപ്പന കൊടുത്തു. ഈ 3 പേര് നമസ്കരിച്ചില്ല. രാജാവ് കൽപ്പന കൊടുത്ത് ഇവരെ കരങ്ങൾ ബന്ധിച്ച് ഇവരെ ഈ തീച്ചൂളയിലേക്ക് ഇടുക. എന്നാൽ അതിൻ്റെ 25-ാമത്തെ വാക്യം 24-25 വായിക്കുമ്പോൾ രാജാവ് അതിശയപ്പെടുക, ചോദിക്കാൻ, നമ്മൾ 3 പേരെ ഇല്ലേ ഇതിനകത്ത് ഇട്ടത്? അവരുടെ കൈയൊക്കെ ബന്ധിച്ചില്ലേ നമ്മൾ ഇട്ടത്? ഇവർ സ്വതന്ത്രമായിട്ട് അതിനകത്ത് നടക്കുന്നു. അത് കൂടാതെ 4-മത് ഒരുവൻ, അവൻ ദൈവപുത്രനെ പോലെ ഉള്ളവനാകുന്നു, ഇവരിൽ നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് നെബൂഖദ്നേസർ പറയും. നിങ്ങൾ നെബൂഖദ്നേസർ ആ പദം ഉപയോഗിക്കുക, ഏതാ? സൺ ഓഫ് ഗോഡ്. ഹീ ഈസ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ്. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിശയിച്ചിരിക്കുക. ഇവരുടെ വസ്ത്രത്തിൽ പുകയുടെ മണമോ ഒന്നുമില്ല. ഇവർക്കൊരു ദോഷവും, ഇവരുടെ ശരീരത്തിൽ ഒരു ദോഷവും, 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീയിലിട്ടിട്ടും ഇവർക്കൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നെബൂഖദ്നേസറിൻ്റെ മാനസാന്തരം 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു കൽപ്പന പുറപ്പെടുവിക്കുക, that every people, every nation and language should honor the God of Shadrach, Meshach and Abednego. അവരുടെ ദൈവത്തിനെതിരെ എന്തുവേലും പറഞ്ഞാൽ നോക്കണേ. അതിനുശേഷം 30-ാമത്തെ വാക്യത്തിൽ ഇവരെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഷദ്രക്, മേശക്, അബേദ്നെഗോവിന് അവർക്കൊരു പുരോഗമനം കൊടുക്കുക, ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നടക്കുന്നത് ഈ മഹോപദ്രവകാലത്തിൽ കൂടി. 7 മടങ്ങ് വർദ്ധിച്ച കഷ്ടതയിൽ കൂടിയും ഒരു ചെറിയ കൂട്ടം, ഒരു ശേഷിപ്പ്, ഇസ്രായേലിൻ്റെ ഒരു ശേഷിപ്പിനോട് കൂടെ ദൈവം ഒരു പ്രത്യേക രീതിയിൽ ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ട്. ഇത് കഴിയുമ്പോൾ ആര് ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചോ അവരെല്ലാവരും ഇസ്രായേലിനെ, ഈ യഹൂദരെ, അവരുടെ സേവകന്മാരായി മാറുകയും ചെയ്യും. ഈ യഹൂദന്മാർ, ഈ ലിറ്റിൽ ഫ്ലോക്ക്, ഈ റെമനന്റ്, ഈ ശേഷിപ്പ്, അവർക്ക് നല്ല പ്രധാന സ്ഥാനങ്ങളും അവർക്ക് കൊടുക്കുകയുണ്ടാവും. അത് തന്നെയല്ല, നെബൂഖദ്നേസർ പറയുക, ഈ ദൈവത്തെ അല്ലാതെ വേറെ ദൈവത്തെ ആരാധിക്കില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ യെശയ്യാ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, മിസ്രൈമിലെ 5 നഗരങ്ങൾ കനാന്യ ഭാഷ സംസാരിക്കും. കനാന്യ ഭാഷ ഏതാ? ഹീബ്രു ഭാഷ. കനാൻ ദേശം ആരുടെ കയ്യിലാ? ഈ മഹോപദ്രവം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കയ്യിലാണ്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ നല്ല കനാൻ ദേശം, അവിടുത്തെ ഭാഷ അവർ പഠിച്ച് അവർ സംസാരിക്കും. ആരാ? മിസ്രൈമിലെ 5 പ്രധാന നഗരങ്ങൾ. അതുകൂടാതെ യഹോവയ്ക്കൊരു ആലയം, ഒരു ബലിപീഠം മിസ്രൈമിലുണ്ട്. ഒരു തൂണും അതിന് അതിരുകളുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും? മിസ്രൈമ്യർ അവർ ഇസ്രായേലിൻ്റെ യഹോവയെക്കുറിച്ച് അറിയുകയും ഇസ്രായേലിൻ്റെ ദൈവം യഹോവയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? അവർ യാഗം അർപ്പിക്കും. ഒടുവിൽ 25-ാമത്തെ വാക്യം യെശയ്യാ 19-25 പറയുകയാണ്,
whom the Lord of hosts shall bless, saying, Blessed be Egypt, my people, Assyria the work of my hands, and Israel my inheritance. ഇത് മൂന്നും സമാധാനമായിട്ട് എന്നേലും ഇതുവരെ നടന്ന് ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു രാജാതിരാജാവായി വാഴുമ്പോൾ ഈ ഈജിപ്റ്റാണ് തെക്കേ ദേശത്തെ രാജാവ്, മിസ്രൈം. അസറിയയാണ് വടക്കേ ദേശത്തെ രാജാവ്. അവിടുന്നാണ് എതിർ ക്രിസ്തു വരുന്നത്. ഈജിപ്തിനെ ദൈവം വിളിക്കുന്ന എൻ്റെ ജനം, അസറിയായ ദൈവം വിളിക്കുന്നത് എൻ്റെ കൈവേല, ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നത് എൻ്റെ അവകാശം, മൈ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതാണ് മഹോപദ്രവകാലം കഴിയുമ്പോൾ നടക്കുന്ന ഈ 7 കലശങ്ങൾ പകർന്നു കഴിയുമ്പോൾ ഇതാണ് ഔട്ട്കം. ഇതൊരു പ്രവചന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിന് പറഞ്ഞത് ദ ലാസ്റ്റ് പ്ലേഗ്സ്, 7 ലാസ്റ്റ് പ്ലേഗ്സ്. വെളിപ്പാട് പുസ്തകം 15 2-ാം അധ്യായത്തിൽ നമുക്ക് സ്വർഗീയ സിംഹാസനത്തിൻ്റെ ഒരു ദർശനം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഐ സോ ആസ് ഇറ്റ് വേർ എ സീ ഓഫ് ഗ്ലാസ്. പളുങ്കുകടൽ പോലെ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ വളരെ സീ ഓഫ് ഗ്ലാസ് കാണുകയാണ്, ക്രിസ്റ്റൽ പോലെ വളരെ ക്ലിയർ ആയിട്ട്. എന്നിട്ട് അതിന്മേൽ നിൽക്കുന്നത് ആരാണ്? അവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഈ മഹോപദ്രവകാലത്തിൽ കൂടി ജയാളികളായി വന്നവർ, അവർ രക്തസാക്ഷികളായി വന്നവരുടെ ആത്മാക്കളെ നമുക്ക് ഈ പളുങ്കുകടൽ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞാടിൻ്റെ ഈ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏക്കാത്തവർ, അവരുടെ നാമമോ അവരുടെ സംഖ്യയോ നെറ്റിമേലോ കരങ്ങളിലോ ഏക്കാത്തവർ, അവരൊക്കെ രക്തസാക്ഷികളായി അവരുടെ ആത്മാക്കൾ ഈ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇതേ പളുങ്കുകടൽ നമുക്ക് കാണാൻ കഴിയും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് ചുറ്റും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ 70-ാമത്തെ ആഴ്ച, അതായത് മഹോപദ്രവകാലത്ത് രക്തസാക്ഷികളാകുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവരുടെ ആത്മാക്കൾ നേരെ പുതിയ യെരൂശലേമിൽ ഉള്ള ദൈവസിംഹാസനത്തിൻ്റെ മുൻപിലാണ് എത്തുന്നത്. വെളിപ്പാട് പുസ്തകം 15-ന്റെ 13 അതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വർഗത്തിൽ വലിയ ഒരു ആരാധനയാണ് നടക്കുന്നത്. ഈ രക്തസാക്ഷികളുടെ കൂട്ടം വലിയ ഒച്ചയിൽ വലിയ ആരാധന അവിടെ നടക്കുകയാണ്. അവർ 2 പാട്ടുകൾ പാടുന്നുണ്ട്. ഒന്ന് മോശയുടെ ഗീതവും മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടുകയാണ്. എന്നിട്ട് അവർ ദൈവത്തെ ആരാധിക്കുക, പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതും എത്ര മനോഹരമാണ്, നിന്റെ വിധികൾ എത്ര ശ്രേഷ്ഠമാണ്, എത്ര ശരിയായ ന്യായവിധികളാണ് കർത്താവേ എന്നുള്ള ആരാധനയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? കർത്താവിൻ്റെ ന്യായവിധികൾ, കാരണം ഈ കൂട്ടരാരാണ്? ഇവർ അനേക ഉപദ്രവങ്ങൾ സഹിച്ചതാണ്. എന്നാൽ കർത്താവ് അതിനുള്ള പകരം വീട്ടുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇവർ പറയുകയാണ്, ആര് നിന്നെ സ്തുതിക്കാതിരിക്കും, ആര് നിന്നെ ആരാധിക്കാതിരിക്കും? ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യം എന്തുവാ? ഈ കൃപയുടെ യുഗം, കൃപയുടെ സുവിശേഷം. ജാതികൾ ആയ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? മുൻകാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നവർ, വാഗ്ദത്തത്തിൽ നിന്ന് അവകാശികളെ അല്ലായിരുന്നു. ലോകത്തിൽ പ്രത്യാശയില്ലാതെ, നാം ദൈവമില്ലാതെ, നാം ഒരു വലിയൊരു അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ദൈവം ഈ ഒരു വൻ കൃപ കാലം ഒരുക്കി നമുക്ക് വേണ്ടി നൽകി.
ഇന്ന് വിശ്വാസത്താൽ മാത്രം യേശു ക്രിസ്തു എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണൻ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നേക്കും ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭാഗ്യകരമായൊരവസ്ഥ, നമ്മൾ ഈ കാണുന്ന മഹോപദ്രവത്തിൽ കൂടി ഒന്നും കടന്നു പോവുകയില്ല. അതിനു മുമ്പേ നാം ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. കർത്താവ് നമ്മളെ ചേർക്കും. അപ്പോൾ ഇവർ പാടുന്ന പാട്ടുകൾ, ഒന്ന് മോശയുടെ പാട്ട്. ഈ മോശയുടെ പാട്ട്, 3 പാട്ടുകൾ പ്രധാനമായിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. രണ്ടാമത്തെ പാട്ട് അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്, ആവർത്തന പുസ്തകം 32. പിന്നെ സങ്കീർത്തനം 90. ഈ 3 ഗാനങ്ങൾ മോശ എഴുതിയതാണ്. ഈ പുറപ്പാട് 15-ാം അധ്യായം അവർ ചെങ്കടൽ കടന്ന് അവർ തിരികെ നോക്കിയപ്പോൾ അവരെ പിന്തുടർന്ന സൈന്യം, അവരുടെ രഥങ്ങളും ഫറവോൻ്റെ രഥങ്ങളും സൈന്യവും എല്ലാം ചെങ്കടൽ അവരെ വിഴുങ്ങി, അവർ ചെങ്കടലിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ, അതുകൂടാതെ ചെങ്കടൽ വഴിമാറി ഉണങ്ങിയ നിലത്തു കൂടി അവർ ഇക്കരെ കടന്നത് കാണുമ്പോൾ അവർ തിരിഞ്ഞു നോക്കി, അവരെയൊക്കെ അത്ഭുതകരമായ വിടുതൽ നൽകിയ ദൈവത്തിന് അവർ ആരാധന കഴിക്കുന്നതാണ് ഈ ആദ്യത്തെ മോശയുടെ പാട്ട്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത്, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം അധ്യായം, അത് 6-ാം അധ്യായം മുതലേ നമ്മൾ തുടങ്ങുമ്പോൾ കുതിരയിൽ യാത്ര ചെയ്ത് വരികയാണ് ആര്? എതിർ ക്രിസ്തു. 4 കുതിരക്കാർ. 4 കുതിരയും വ്യത്യാസമാണേലും അതിൽ യാത്ര ചെയ്യുന്ന ആൾ ഒരേ ആൾ തന്നെയാണ്, ആൻറ്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവായോ. ആദ്യം വെള്ളക്കുതിരയിൽ വരുന്നത് വില്ലുമായിട്ടാണ്. നോക്കണേ, അമ്പില്ല, വില്ലുണ്ട്. ഈ വില്ല് കാണിക്കുന്നത് ഉടമ്പടിയെയാണ്, ബൈബിളിൽ കാണിക്കുന്ന ഉടമ്പടിയെയാണ്. ദൈവം മനുഷ്യരോട് ഒരു ഉടമ്പടി വെച്ചിട്ട് പറയുക, ഞാൻ നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് മാനവരാശിയും സകല ഇതിനെ നശിപ്പിച്ചതുപോലെ ഇനിയും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന ദൈവം മനുഷ്യരോട് ചെയ്ത ആ ഒരു ഉടമ്പടിയുടെ അടയാളമാണ് വില്ല്. അപ്പോൾ ഈ വെള്ളക്കുതിരയിൽ വരുന്ന ആള്, ആ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുന്ന ആള് ക്രിസ്തു അല്ല, അത് സഭയല്ല, സഭയുടെ ചിത്രമല്ല. സുവിശേഷം ഒരിക്കലും ഒരു ആയുധമായിട്ട് ഉപമിച്ചിട്ടില്ല. അപ്പൊ ഈ വെള്ളക്കുതിരയിൽ ആദ്യം വരുന്ന ആൾ ആരാ? എതിർ ക്രിസ്തു. ഒരു ഉടമ്പടിയുമായിട്ടാണ് വരുന്നത് ആദ്യം, അല്ലേ? യുദ്ധത്തിൻ്റെ ഒരു മനുഷ്യനായിട്ടല്ല എതിർ ക്രിസ്തു ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നത്, മറിച്ച് ഒരു സമാധാന കരാറുമായിട്ടാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ ഉടമ്പടിയുടെ പ്രഭു എന്ന് എതിർ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത്. ഈ 7 വർഷം ആരംഭിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഈ ഉടമ്പടിയുടെ പ്രഭുവുമായിട്ട് 7 വർഷത്തെ ഒരു സമാധാന കരാറിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം തൊട്ടാണ് ഈ 7 വർഷത്തെ മഹോപദ്രവകാലം, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ 70-ാമത്തെ ആഴ്ച, പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കണേ, കുതിര അതിന് പുറത്ത് യാത്ര ചെയ്തവനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ചെങ്കടലിൽ തള്ളിയിട്ടിരിക്കുക. 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഒരു യുദ്ധവീരൻ ആണെന്ന്. ഈ മഹോപദ്രവകാലത്തിൽ യഹോവ ഒരു യുദ്ധവീരനായിട്ട് ഇസ്രായേലിൻ്റെ ശേഷിപ്പിനോട് കൂടെ ഉണ്ട്. ദാവീദ് സങ്കീർത്തനം 23-ൽ പറയാ, മരണ നിഴൽ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഉണ്ട്. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ പ്രവചന ഭാഗങ്ങളായിട്ട്, അടുത്ത 22-ാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ്.
നാലാമത്തെ സങ്കീർത്തനം, ദ ഗ്രേറ്റ് ഷെപ്പേർഡ്, ശ്രേഷ്ഠ ഇടയനായിട്ട് ഉള്ള കർത്താവിൻ്റെ വാഴ്ചയെക്കുറിച്ചുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ, മഹോപദ്രവകാലങ്ങൾ, പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ മോശയുടെ പാട്ടിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ മിറിയാം പറയുകയാണ്, ഫോർ ദ ഹോഴ്സ് ഓഫ് ദ ഫാരോ went in with his chariots and with his horsemen into the sea. The Lord brought again the waters of the sea upon them, but the children of Israel went on dry land in the midst of the sea. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തിൽ കൂടി ദൈവം അത്ഭുതകരമായി നടത്തി. അതിൻ്റെ ഒരു ആരാധനയാണ് പുറപ്പാട് 15-ാം അധ്യായം. കർത്താവ് മോശയോട് പറയുക, ഈ കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. എന്നാൽ ഇതിനകത്ത് നടന്ന കാര്യം, ഈ ആരാധനയുടെ ആ ചൂട് അധികം നാൾ നിന്നില്ല. വെളിപ്പാട് പുസ്തകം 15-ന്റെ 22-ാമത്തെ വാക്യം വിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവം അവരെ മാറായിലേക്ക് നയിക്കുകയും മാറായിൽ വെള്ളം കയ്പായിരുന്നത് കൊണ്ട് അവർ വീണ്ടും എന്ത് ചെയ്തു? പിറുപിറുക്കുകയുണ്ടായി. പ്രിയമുള്ള, ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ അവിടെ കാണാറുണ്ട്. എല്ലാം നന്നായി നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പാടും. പക്ഷേ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി നടന്നാൽ നമ്മൾ ഉടനെ എന്തു ചെയ്യും? പിറുപിറുക്ക, ദൈവം എന്നോട് കോപിച്ചോ, ദൈവം എന്നെ കൈവിട്ടോ. ആസാഫ് 77-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ കരഞ്ഞിട്ടും നീ കേൾക്കാതിരിക്കുന്നത് എത്രത്തോളം കർത്താവേ എന്ന് ചോദിക്കുന്നത് പോലെ. ഇല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് എക്സാമിൻ ചെയ്താൽ ഇസ്രായേൽ മക്കൾ എന്ത് അവസ്ഥയിൽ കൂടി അവർക്ക് കടന്നുപോയോ അത് നമ്മുടെയും ഒരു ജീവസാക്ഷ്യമാണ്, അല്ലേ? എന്നാൽ ദൈവം അവർക്കൊരു എലിയും അപ്പുറത്ത് കരുതി വച്ചിരുന്നു. അപ്പോൾ ദൈവം ഇവരെ കാദേശ് ബർണിയയിൽ എത്തിച്ചിട്ട് ദൈവം പറയുക, ഇതാണ് വാഗ്ദത്ത ദേശം, അവകാശമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഇവരാരും പോകത്തില്ല. അവർക്ക് അവിശ്വാസം കാരണം അവർ ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ചില്ല. ദൈവം ആ ഒരു തലമുറയോട് കോപിച്ചു. കാലേബും യോശുവയും ഒഴിച്ച് അവർ രണ്ടും അല്ലാതെ വേറെ ആരും ആ തലമുറയിൽ നിന്ന് കനാൻ ദേശത്തിൽ പ്രവേശിക്കയില്ലെന്ന് ദൈവം പറയുകയുണ്ടായി. അപ്പം ദൈവം മോശയോട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നീ എഴുതി വെച്ചിട്ട് ഞാൻ ഇവരെ വീണ്ടും കൊണ്ടുവരും. ഇവിടെ 40 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ തലമുറയെ ദൈവം കാദേശ് ബർണിയയുടെ അടുക്കെ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് മോശ ഇതെല്ലാം എഴുതി. ആവർത്തന പുസ്തകം 31-19 എല്ലാം എഴുതി ഓരോ ഇസ്രായേൽ മക്കളുടെയും കാതുകളിൽ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം പാട്ടുകൾ പാടി കേൾപ്പിക്കുകയാണ്. ഈ രണ്ടാമത്തെ പാട്ട്, ഈ മോശയുടെ രണ്ടാമത്തെ പാട്ടാണ് ആവർത്തനം 32. ഈ 32-ാമത്തെ ഗാനം, 32-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം 1 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങൾ ഇസ്രായേലിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു, യാക്കോബ് മരുഭൂമിയിൽ ഏകനായി അലഞ്ഞു നടന്നപ്പോൾ ദൈവം എങ്ങനെ അവനെ തിരഞ്ഞെടുത്ത് വാഗ്ദത്തങ്ങൾ കൊടുത്ത് ദൈവം അവനൊരു വിശ്വസനീയമായൊരു പാറയായി നിലനിന്നു എന്നുള്ളതിൻ്റെ ഒരു വർണ്ണനയാണ് ആ ഗീതം, മോശയുടെ രണ്ടാമത്തെ പാട്ട്. എന്നാൽ അതിൻ്റെ 15-ാമത്തെ വാക്യം തൊട്ട് 19 വരെയുള്ള വാക്യം ഇസ്രായേലിൻ്റെ മറുതലത്തെക്കുറിച്ചാണ്. എങ്ങനെ ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ചു. യെശുരൂൻ നല്ല വണ്ണമുള്ള കൊഴുത്ത് തടിച്ച് നല്ല കാളക്കടാവ് പോലെ ആയപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തു? അവർ പതിയെ മറക്കാൻ തുടങ്ങി. അവർ ചുറ്റുമുള്ള ജാതികളുടെ ദൈവങ്ങൾക്ക് ബലി അർപ്പിക്കുവാൻ തുടങ്ങി. അതിൻ്റെ 32-ന്റെ 18-ാമത്തെ വാക്യം, നിന്നെ ജനിപ്പിച്ച പാറയെ നീ അവഗണിക്കുന്നു, നിന്നെ രൂപപ്പെടുത്തിയ ദൈവത്തെ നീ മറന്നിരിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ദൈവം പറയുകയാണ്.
അപ്പോൾ തന്നെ ആവർത്തനം 32-20 തൊട്ട് 34 വരെയുള്ള വാക്യം പ്രവചന ഭാഗങ്ങളാണ്. ഏതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്? വരുവാനുള്ള മഹോപദ്രവത്തെക്കുറിച്ചുള്ള പ്രവചനം. നമുക്കത് നോക്കാം. 35-42 വരെയുള്ള വാക്യം ദൈവം തൻ്റെ മനസ്സിനെ മാറ്റി ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചവരുടെ മേൽ ദൈവം തൻ്റെ കോപം പകരുന്ന വാക്യങ്ങളാണ്. 35-42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ 16-ാം അധ്യായം. 7 ക്രോധ കലശങ്ങൾ. ആവർത്തനം 32-43 വാക്യം ഒരു പ്രവചനമായിട്ട് പറയുകയാണ് എങ്ങനെ ദൈവം ഇസ്രായേലിനെ വീണ്ടും റിസ്റ്റോർ ചെയ്തിട്ട് അവരെ വീണ്ടും അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രൊഫസിയാണ്. അപ്പോൾ ഈ മോശയുടെ ഗാനം പാടുമ്പോൾ സ്വർഗത്തിൽ വെളിപ്പാട് 15-ാം അധ്യായത്തിൽ പാടുമ്പോൾ ഇസ്രായേലിൻ്റെ പരാജയങ്ങളെക്കുറിച്ചൊരു ഓർമ്മ അതിനകത്തുണ്ട്. എങ്ങനെ ഇസ്രായേൽ മറുതലിച്ചു, എന്നാൽ എങ്ങനെ ദൈവം അവരെ സംരക്ഷിച്ചു, എങ്ങനെ ദൈവം അവരുടെ ശത്രുക്കളെ സംഹരിച്ചു, എങ്ങനെ ദൈവം വീണ്ടും അവരെ യഥാസ്ഥാനപ്പെടുത്തി. ഇതാണ് മോശയുടെ സങ്കീർത്തനം, മോശയുടെ പാട്ട് ഇവർ പാടുന്നത്. അവരുടെ പരാജയങ്ങളുടെ ഓർമ്മയുണ്ട്. പക്ഷെ അവർ ആ മോശയുടെ പാട്ട് കൊണ്ട് അവരവിടെ നിർത്തിയില്ല. അവരടുത്തത് കുഞ്ഞാടിൻ്റെ പാട്ടും പാടി. കുഞ്ഞാടിൻ്റെ പാട്ട് എന്താണ്? കുഞ്ഞാടിൻ്റെ വിശ്വസ്തതയാണ് അതിനകത്ത്. കുഞ്ഞാട് എങ്ങനെ ഇസ്രായേലിൻ്റെയും സർവ്വലോകത്തിൻ്റെയും പാപങ്ങളും ബലഹീനതകളും ചുമന്ന് ക്രൂശ് മരണത്തോളം വിശ്വസ്തനായിരുന്നു, ഉള്ളവനായിരുന്നു. എങ്ങനെ മരിച്ചവരിൽ നിന്ന് ദൈവകുഞ്ഞാട് ആദ്യമായി എന്നേക്കും ജീവനോടിരിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽക്കുന്നു. എങ്ങനെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പാപത്തെയും മരണത്തെയും ശാപത്തെയും ജയിച്ച് ജയാളിയായി എന്നുള്ളതിൻ്റെ ഒരു ഗാനമാണ് കുഞ്ഞാടിൻ്റെ ഗാനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്കെഴുതിയ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ്റെ 3 പ്രാർത്ഥനയിൽ അതിലൊക്കെ പ്രധാനമായിട്ട് കാണുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ നിറയണം, നമ്മൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി തീരണം, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവം ഇപ്പോഴെന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ പദ്ധതികൾ എന്താണ്, ഇപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്, ആ ജ്ഞാനത്താൽ നിറയണം എന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം. പൗലോസ് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൽ പൂർണ്ണർ എന്ന് നാം അറിഞ്ഞിരിക്കണം എന്നാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വിരുദ്ധമായ ഇരുന്ന കയ്യെഴുത്തുകളെ എല്ലാം തൻ്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പാടാനുള്ളത് കുഞ്ഞാടിൻ്റെ പാട്ട്. നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു, ക്രിസ്തു മനുഷ്യൻ എന്ന രീതിയിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നു, എങ്ങനെ കർത്താവ് ന്യായപ്രമാണം മുഴുവനും പ്രമാണിച്ചു, എങ്ങനെ കർത്താവ് അനുസരണമുള്ളവനായി തീർന്നു. നാം വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസം, ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഡ്യൂട്രോണമി ആവർത്തനം 32-ാം അധ്യായം നമുക്കൊന്ന് അതിൻ്റെ പ്രവചന ഭാഗങ്ങൾ നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാകും ഈ പ്രവചന പദ്ധതി എന്താണെന്ന്. നോക്കണേ, വെളിപ്പാട് പുസ്തകം ദൈവം യോഹന്നാനാണ് അത് വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി കൊടുത്തിരുന്നത്. പക്ഷേ ഈ കാര്യം മോശയ്ക്ക് അറിയാമായിരുന്നു. മോശ മരിക്കുന്നതിന് മുമ്പ് പറയുവാൻ, നിങ്ങൾ കഠിന ഹൃദയമുള്ളൊരു ജനമാണ്,
ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവനിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം നിങ്ങളെ ചിതറിക്കും എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാം, ദൈവം നിങ്ങൾ ചിതറിപ്പോയെടുത്തു നോക്കി ഒടുവിൽ നിങ്ങളെ കൊണ്ടുവരും. നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് നോക്കാം. ഈ 32-ാമത്തെ അധ്യായം 20 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ മഹോപദ്രവകാലത്തിൻ്റെ ആരംഭത്തെ കാണിക്കുന്നതാണ് 20-ാമത്തെ വാക്യം. ദൈവം പറയുക, ഞാൻ എൻ്റെ മുഖത്തെ അവർക്ക് മറച്ചു കളയും. ഐ വിൽ ഹൈഡ് മൈ ഫേസ് ഫ്രം ദം. ഐ വിൽ സീ വാട്ട് ദെയർ എൻഡ് ഷാൽ ബി. ഫോർ ദേ ആർ വെരി ഫോർവേഡ് ജനറേഷൻ, ചിൽഡ്രൻ ഇൻ ഹും ഈസ് നോ ഫെയ്ത്ത്. വിശ്വാസം ഇല്ലാത്തൊരു തലമുറയാ, ഞാൻ അവരിൽ നിന്ന് എൻ്റെ മുഖത്തെ മറച്ചു കളയും. അതാണ് മഹോപദ്രവകാലത്തിൻ്റെ ഒരു ആരംഭമായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം 22-ാമത്തെ വാക്യത്തിൽ അഗ്നി, തീ കാണുന്നു. 23-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ അമ്പുകളെ അയക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 23-ാമത്തെ വാക്യം എടുത്തിട്ട് ചില ആൾക്കാർ പറയും, കണ്ടില്ലേ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ആദ്യം കടന്നു വരുന്ന വെള്ളപ്പുറത്ത് വരുത്ത യാത്ര ചെയ്ത് വരുന്നവന്റെ കയ്യിൽ അത് ക്രിസ്തു ആണെന്ന്, അല്ലെങ്കിൽ അത് സഭയാണെന്ന് പറയും. പക്ഷെ അത് ക്രിസ്തു അല്ല, അത് സഭയല്ല. കാരണം ആ വ്യക്തിയുടെ കയ്യിൽ എന്തില്ല? വില്ലുണ്ട്, അമ്പില്ല, ഇല്ലേ? അപ്പൊ ആള് വരുന്ന ഒരു കരാറുമായിട്ടാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ ക്രോധ നിറഞ്ഞ അമ്പുകളെ അയക്കും എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് നമുക്ക് കാണാൻ കഴിയും? ദ സ്വാഡ്, വാളുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെറിയവരും പ്രായ വ്യത്യാസമന്യേ എല്ലാവരും അനേക മരിക്കുക ആണ് ആ ഒരു കാലഘട്ടത്തിൽ. 26-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ അവരെ ചിതറിച്ചു കളയും. ലോകത്തിൻ്റെ 4 ദിക്കിലേക്ക് ഞാൻ അവരെ, അന്യജാതികളുടെ ഇടയിലേക്ക്, അവരുടെ ഓർമ്മ പോലും ഇല്ലാതെ ഞാൻ അവരെ എന്ത് ചെയ്യും? ചിതറിച്ച് കളയും എന്നാണ് പറയുന്നത്. എന്നിട്ട് 30-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒരു ചോദ്യം ചോദിക്കുക. അവരുടെ എങ്ങനാണ് ഒരാൾ 1000-ത്തെ, 2 പേര് 10,000-ത്തെ ഓടിച്ചത്? അവരുടെ പാറയായ ദൈവം അവരെ വിട്ടുകളഞ്ഞതില്ലേ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ 35-ാമത്തെ വാക്യം മുതൽ ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ മേൽ ക്രോധം പകരാൻ തുടങ്ങുന്ന ഭാഗമാണ്. 35-ാമത്തെ വാക്യം പറയുകയാണ്, ദ വെഞ്ചൻസ് ബിലോങ്സ് ടു മീ. ക്രോധം എനിക്കുള്ളതാണ്, പകരം ഞാൻ വീട്ടും എന്നാണ് കർത്താവ് പറയുന്നത്. ഇസ്രായേലിന്റെ ശത്രുക്കളുടെ കാലുകൾ വഴുതിപ്പോകും. അവരുടെ മേൽ വരുവാനിരിക്കുന്നത് ക്രോധം താമസിക്കുകയില്ല. എന്നിട്ട് 37-ാമത്തെ വാക്യത്തിൽ ഈ ചെറിയ കൂട്ടം ഈ ശേഷിപ്പ് ചോദിക്കുക, അവരുടെ ദൈവങ്ങൾ എവിടെ? ഏതാ ഈ അന്യജാതികളുടെ ദൈവങ്ങൾ എവിടെ? അവരുടെ പാറ, അവരാശ്രയിച്ച പാറ എവിടെ? കാരണം ദൈവത്തിൻ്റെ ക്രോധം ഇപ്പൊ ആരുടെ മേലാ വരുന്നത്? ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലാണ് വരുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ചോദിക്കുക, എന്ത് സംഭവിച്ചു? അവരുടെ ദൈവങ്ങൾ എവിടെ? 39-ാമത്തെ വാക്യത്തിൽ യഹോവ തന്നെ യുദ്ധം ചെയ്യുക ഇസ്രായേലിന് വേണ്ടി. ഐ ആം ഹി ആൻഡ് ദർ ഈസ് നോ ഗോഡ് വിത്ത് മീ. മറ്റാരുമില്ല. ദൈവം ഏകനാൽ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. എങ്ങനെ ന്യായാധിപന്മാരുടെ കാലത്ത് ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തോ, അതുപോലെ ദൈവം ഏകനായി യുദ്ധം ചെയ്യുന്ന കാലഘട്ടമാണ്. 43-ാമത്തെ വാക്യത്തിൽ ജാതികളെ അവൻ്റെ ജനത്തോട് കൂടെ ഉല്ലസിപ്പീൻ എന്നാണ് പറയുന്നത്. ആരാ? റിസ്റ്റോറേഷൻ, ഇസ്രായേലിൻ്റെ ഉല്ലാസം. ഇസ്രായേലിനെ ദൈവം അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്നതും അതിനോടൊപ്പം ചുറ്റുമുള്ള ജാതികൾക്ക് സമാധാനവും സന്തോഷവും വരുന്നൊരു കാലമാണ്. അപ്പം കണ്ടില്ലേ, ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിലെ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ
പ്രവചന പദ്ധതി, പ്രവചനത്തിൻ്റെ ഭാഗം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ ലേഖനം വരെയുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ, പൗലോസ് അപ്പോസ്തലൻ അന്യജാതികളുടെ രക്ഷയും നീതീകരണവും ത്തിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ മറ്റ് ഭാഗങ്ങളിലെങ്ങും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അഗോചരമായ കാര്യങ്ങൾ ഞാൻ വർണ്ണിക്കുന്നു. 15-5 വരെയുള്ള ഭാഗങ്ങളിൽ സ്വർഗത്തിലെ ഒരു കാഴ്ചയാണ് കാണുന്നത്. 7 ദൂതന്മാർ ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുന്നു. അവരുടെ കയ്യിൽ 4 ജീവികളിൽ നിന്ന് ഓരോ ജീവി വന്നിട്ട് കലശങ്ങൾ, സ്വർണ്ണ കലശങ്ങൾ കൊടുക്കുകയാണ്. ഓരോ കലശത്തിലും ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞിരിക്കുകയാണ്. അവിടെയും ആരാധന നടക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞ്, പുക കൊണ്ട് നിറഞ്ഞ് ദൈവ സാന്നിധ്യം കാണിക്കുന്നതാണ്. ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ള പദം ക്രിസ്തുവിനും ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? ദ പവർ ഓഫ് ഗോഡ്, ഇതെല്ലാം ദേവാലയം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ 7 ദൂതന്മാർ അവരുടെ കലശങ്ങൾ പകർന്നു കഴിയുവോളം ദേവാലയത്തിൽ ഈ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ദേവാലയം എവിടാണ്? സ്വർഗീയ ദേവാലയമാണ്. അപ്പോൾ അതായിരുന്നു വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം.